റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്ത ചിലതുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 ജീവിതമാണ് എന്നും 30 വേഗതയാണ് എന്നും റോബോട്ടിന് അറിയില്ല അല്ലേ? ചിലർ ഫുൾ A+ കിട്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തും, ചിലർ ഒരു A+ കിട്ടാതെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഓരോ മനുഷ്യനും ഓരോ വേഗതയാ. എല്ലാ ദിവസവും നമ്മുടെ പരീക്ഷ എഴുത്ത് നന്നാവുക? എല്ലാ ദിവസവും എൻ്റെ പ്രസംഗം നന്നാവില്ലല്ലോ, എനിക്കറിയാം. ചില ദിവസം ഒന്നിനും കൊള്ളൂല. കാരണം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ? 2 മണിക്കൂർ നേരം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവളുടെ പരീക്ഷയെ ബാധിച്ചു എന്ന് വരാം. ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, മനസ്സ്, കുടുംബം, അച്ഛൻ, അമ്മ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ മനുഷ്യനുണ്ട്. ഓരോ മനുഷ്യനും ഓരോ സ്ട്രെസ്സാണ് അല്ലേ? ആ സ്ട്രെസ് നമ്മൾ എഴുത്തിനെയും ബാധിക്കൂലേ? ഓരോ ആൾക്കും ഓരോ വേഗതയാണ്. ഓരോ ആളും ഓരോ തരത്തിൽ വേഗതയിലാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇറാഖിലൊരു ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ബാഗ്ദാദിലേക്ക് എത്ര ദിവസം നടന്നാലാണ് എത്തുക? എനിക്ക് ബാഗ്ദാദ് പോകണം, എത്ര ദിവസം നടന്നാലാണ് ഞാൻ ബാഗ്ദാദിൽ എത്തുക എന്ന് ചോദിച്ചു. ഇയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. ഇയാൾ കൂടെ നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, 12 ദിവസം കൊണ്ട് നിങ്ങൾ ബാഗ്ദാദിലെത്തും. അപ്പോൾ ഇയാൾ ചോദിച്ചു, അതെന്ത് നേരത്തെ പറയുന്നത്? നേരത്തെ പറഞ്ഞാൽ പോയിരുന്നാ? ഇയാൾ പറഞ്ഞു, എടാ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ വേഗത അറിയില്ലല്ലോ. ഓരോ മനുഷ്യനും ലക്ഷ്യത്തിലേക്കെത്താൻ ഓരോ വേഗതയാണ്. ഇതൊരു അധ്യാപകന്, ഒരു അധ്യാപികക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലെ കരുണയാണ്. കരുണ ഉള്ളവരെ നമ്മളെ മനസ്സിൽ ബാക്കിയേ ഉള്ളൂ, അല്ലാത്തവരാർക്കെങ്കിലും വേണം. എടാ, നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട് കേട്ടോ, തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമയാണ്. സിനിമയുടെ പേര് മുഇസ എന്നാണ്. മുഇസ അത് അറബി വാക്കാണ്. മുഅ്ജിസ എന്നുള്ള അറബി വാക്കാ. അതിൻ്റെ ഇംഗ്ലീഷിൽ ദ മിറക്കിൾ എന്നാണ്. മിറക്കിൾ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അതിൽ നിങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? OV വിജയൻ്റെ വായിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? വായിക്കണുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് വായിക്കേണ്ട പുസ്തകമാണത്. അത്രയും മനോഹരമാണ്. മലയാള സാഹിത്യത്തെ 2ആയിട്ട് തിരിച്ച പുസ്തകമാണ്. ഖസാക്കിൻ്റെ മുമ്പും ഖസാക്കിൻ്റെ ശേഷവും. അങ്ങനത്തെ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലൊരു ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ സ്റ്റോറിയാണ്. ഒരു മാഷുള്ള ഒരു സ്കൂള്, അതേപോലെ ഒരു മാഷുള്ള സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാഷ് ഒരു മലമ്പ്രദേശത്തേക്ക് വരുന്നതിൻ്റെ സ്റ്റോറിയാണ്. ആ മലമ്പ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ജോലിയാണ് ശരിക്കും ഇയാൾക്കുള്ളത്. പക്ഷെ അയാൾ എന്താ ചെയ്തതെന്നറിയോ? അവിടെ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ഒരാളുണ്ട്. പ്രായം കുറേ ആയിട്ടുണ്ട്, പക്ഷെ ബുദ്ധിക്ക് വളർച്ചയില്ല. അലി എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇയാളെന്താ ചെയ്യാന്നറിയോ? എല്ലാ രാത്രിയും അലിയെ പഠിപ്പിക്കും. അലിയെ പഠിപ്പിക്കേണ്ട യാതൊരു ചുമതലയും ഇയാൾക്കില്ല. അലിയെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു, ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ പേരെഴുതാൻ പഠിപ്പിക്കുന്നു, വീടിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പാതിരാവിലിരുന്ന് അലിയുടെ കൈപിടിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകനെ ചൂണ്ടിയിട്ട് അലിയുടെ അച്ഛൻ സുഹൃത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആതിര എന്ന മോളുടെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണത് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ കൂടെയുള്ള ഓരോ കുഞ്ഞിൻ്റെയും നേരെ ചൂണ്ടിയിട്ട് പറയാവുന്ന വാക്കാണ്. എന്താണെന്നറിയോ? അയാൾ ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. പാതിരാവിലിരുന്ന് തൻ്റേതല്ലാത്ത ഒരു ജോലി, ഒരു കാര്യമില്ല, അയാൾക്കതിൻ്റെ യാതൊരു ചുമതലയും ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ ഒരു മാഷുണ്ടാവും. ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ മാഷ ആരും അറിയില്ല, ശരിയല്ലേ? ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആ വാസു മാഷെ, അല്ലെങ്കിൽ ആ ദാമോദരൻ മാഷെ, ആ ഇബ്രാഹിം മാഷെ, ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ഒരാളും അറിയില്ല. പക്ഷെ ആ ഗ്രാമത്തിൻ്റെ ജീവനാഡിയായിരിക്കും ആ മാഷ്. അവിടുത്തെ വായനശാലയും അവിടുത്തെ പാർട്ടിയും അവിടുത്തെ പള്ളിയും അവിടുത്തെ അമ്പലവും ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നിലുണ്ടാകുന്നൊരു മാഷുണ്ട്. വെള്ളയെടുത്തൊരു മാഷുണ്ട്. അതുപോലൊരു മാഷായിട്ട് മാറിയ ഈ മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അയാൾ പറയുകയാണ്, എന്താ? ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുണ്ടാകുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഹൃദയം കൊണ്ട് കാണും. അതിന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും, മലയാളത്തിൽ കരുണ.
ഫെമി ഒത്തഡോള എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിലൊരു വലിയ പൈസക്കാരനുണ്ട്. അദ്ദേഹവുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ. അദ്ദേഹവുമായിട്ടൊരു TV നടന്നൊരു ഇൻ്റർവ്യൂ ആണ്. ഒക്കെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞ മൊമെൻ്റ് ഏതാണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മൊമെൻ്റ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, കാലുകൊണ്ട് വയ്യാത്ത കുറേ ആളുകളുണ്ട്, അവർക്ക് വീൽ ചെയർ വേണം, 120 വീൽ ചെയർ വേണം പറഞ്ഞു. നീ അത് തരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം, പ്രോഗ്രാമിൽ വരണം പറഞ്ഞു. ഞാൻ ആദ്യം മടിച്ചു. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി. അങ്ങനെ കുറേ ആൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു. സ്റ്റേജിലേക്ക് ഇങ്ങനെ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വരും, അവർക്ക് വീൽ ചെയർ കൊടുക്കും. ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്തിങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനവിടെ നിന്ന് തിരിച്ചു പോരുക. എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമുണ്ടായി. ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇയാളുടെ കാലിനടുത്ത് ഇങ്ങനെ വന്നിട്ട് കാലിലിങ്ങനെ തൊട്ട് ഇയാളെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കാനാണ്. മറക്കൂല, ആയുസ്സുള്ളത്രയും കാലം മറക്കൂല. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇനി ഈ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ പേരുയരുക എന്ന് പറയുന്ന അത്രയും വലിയ സമ്പാദ്യം ഈ ലോകത്ത് വേറെ കിട്ടാനില്ല. നിങ്ങൾ സക്കാത്ത് എന്ന് കേട്ടില്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് നമ്മുടേതല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് ദശാംശം എന്നല്ലേ പറയാം, അല്ലേ? ദശാംശം എന്ന് പറഞ്ഞാൽ 100-1. ഹൈന്ദവ ധർമ്മത്തിലും ധർമ്മം, ദാനം എന്നൊക്കെ തന്നെ പറയാം. ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയും. ഇസ്ലാമിൽ വേണ്ടത് എനിക്ക് എൻ്റെ സമ്പാദ്യത്തിലെ 2.5%, എൻ്റെ സമ്പാദ്യത്തിൻ്റെ 2.5% എൻ്റേതല്ല. അതാണ് സക്കാത്ത്. അത് മറ്റുള്ളവരുടേതാ. 2.5% എന്ന് പറഞ്ഞാൽ ഒരു കക്കരി 4 ഒരു കക്കരിയെ 5 കഷ്ണമാക്കുക. ആ 5 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണത്തെ വീണ്ടും 3-4 കഷ്ണമാക്കുക. അതിൽ നിന്നൊരു കഷ്ണം, അത്രയേ ഉള്ളൂ. 2.5% എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അതെൻ്റേതല്ല. ഇതാണ് സംഭവം. ഈ സക്കാത്തും ദാനധർമ്മവും പലിശയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ? ദാനം, ധർമ്മം, ദശാംശം, സക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുക. പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുക. അതുകൊണ്ടാണ് അത് സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതല്ല. ഇതെന്താണെന്നറിയോ? ഇത് ഈ പൈസക്കും സമ്പാദ്യത്തിനും മാത്രമേ ഉള്ളൂ സക്കാത്ത്? ആണോ? ദശാംശം, ദാനം, ധർമ്മം നമ്മുടെ പൈസക്ക് മാത്രമേ ഉള്ളൂ. പൈസ എല്ലാവരുടെ കയ്യിലും ഇല്ലല്ലോ, അല്ലേ? നമ്മുടെ സമയത്തിന് സക്കാത്തുണ്ട്, നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട്, നമ്മുടെ അറിവിന് ദശാംശമുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് ദശാംശമുണ്ട്, നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട്, നമ്മുടെ എനർജിക്ക് ദശാംശമുണ്ട്. പൈസക്ക് മാത്രമല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം മമ്പാടാണ്. ഒരു ദിവസം മമ്പാട് കോളേജിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. സുഹൃത്താകുന്നത് പിന്നീടാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു വഴിയിൽ. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോനാണോ? അല്ല, ഇവനെ സ്കൂളിൽ വിടാൻ പോവാണ് എന്ന് പറഞ്ഞു. മോനൊന്നല്ല. അപ്പോൾ കുടുംബക്കാരാരെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഞാൻ എന്തായാലും വരാം, കോളേജിൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു.
അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്ന്. അപ്പം നമ്മളവരോട് അസ്സലാമു അലൈക്കും പറഞ്ഞു, അവരെ അഡ്രസ്സ് ചെയ്തു അസ്സലാമു അലൈക്കും. അപ്പം സാധാരണ തിരിച്ചു പറയണം വാലൈക്കും അസ്സലാം എന്ന് പറയണം, കേട്ടില്ലേ? അസ്സലാമു അലൈക്കും പറഞ്ഞാൽ പീസ് അപ്പോൺ യു എന്നാണ്, അത്രയേ ഉള്ളൂ. അപ്പം തിരിച്ചു അതേപോലെ പറയണം. പക്ഷെ അവർ പറഞ്ഞില്ല. അവരിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പം എനിക്കെന്തോ ഒരു വിഷമം തോന്നി. എനിക്ക് വിഷമം തോന്നിയെന്ന് ഇയാൾക്ക് മനസ്സിലായി, എൻ്റെ ഈ സുഹൃത്തിന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് കേട്ടോ, അവർക്ക് സലാം വീട്ടാൻ പറ്റാത്തത് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചത് ആരാ? എൻ്റെ ഭാര്യയുടെ അനിയത്തിയാ. അവരെ വിരുന്ന് വന്നാണോ? അല്ല, അവരിവിടെയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു. ഈ ഭാര്യയുടെ അനിയത്തിക്ക് മിണ്ടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അവരുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയില്ല. അവർക്കൊരു മോളുണ്ട്, ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല. അവർക്കൊരു മോനുണ്ട്, അവന് സംസാരിക്കാൻ കഴിയും, പക്ഷെ അവന് സംസാരിക്കാൻ ആരുമില്ല. കോവിഡ് വന്നതോടുകൂടി ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, സ്കൂളില്ല, ഒന്നുമില്ല. ഈ കുട്ടി പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇവർ ഡോക്ടറെ കാണിച്ചു, അതൊരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചു. അതാരറിഞ്ഞു? നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടെയും പോകണ്ട, എൻ്റെ വീട്ടിലേക്ക് വരൂ, ഇവിടെ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ടേ 1.5 കൊല്ലായി. ഈ വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2 ചെറിയ മുറികളുള്ള ഒരു ചെറിയ വീട്. അതൊരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്തൊരു വീട്. ഈ ആളില്ലേ, കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കയ്യുമില്ല കാലുമില്ല അയാൾക്ക്. നേരത്തെ കണ്ട വണ്ടിയില്ലേ, വീൽ ചെയറിൻ്റെ വണ്ടിയാ, അതിൽ കയറ്റിയിട്ടാണ് ആ ആൺകുട്ടിയെയുമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വീണേ. അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരെ പോകുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ അവരെ കാണുന്നത്. കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വെറും 2 മുറികളുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് ഒരു ഫാമിലിയായി ഇങ്ങനെ മാടി വിളിച്ചതിൻ്റെ പേരാണ് കരുണ. എന്താ സക്കാത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് ദശാംശം എന്ന് പറഞ്ഞാൽ? അദ്ദേഹം ചെയ്തതും അതാണ്. മനസ്സിലായില്ലേ? നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്നിങ്ങനെ പകുത്തു കൊടുക്കുന്നതിൻ്റെ പേരാണ്. എന്തിട്ടോ പിന്നെ അതിൽ വാട്ടർ ബോട്ടിലല്ലേ, ഒരു 5 വാട്ടർ ബോട്ടിൽ വരും. ഒരു PT മാഷ് ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് പറയും. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമുണ്ട്. ഞങ്ങൾ വീട്ടിൽ 4 ആൺകുട്ടികളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരാൾ SSLC ജയിക്കുന്നത്, അല്ല നല്ല മാർക്കോട് കൂടി ജയിച്ചത് എൻ്റെ കാക്കയായിരുന്നു. ആദ്യമായിട്ട് നല്ല മാർക്കിൽ ജയിച്ച്, അതുകൊണ്ട് അവനെ തിരൂരങ്ങാടി എന്ന് പറഞ്ഞൊരു നാട്ടിൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത്. അന്ന് നമ്മുടെ വീട്ടിൽ നല്ല ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഉപ്പാനെ കൊണ്ട് കഴിയില്ലായിരുന്നു. പക്ഷേ തിരൂരങ്ങാടിയിൽ അവനെ കൊണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ? തിരൂരങ്ങാടിയിൽ PSMO എന്ന് പറഞ്ഞ വലിയൊരു കോളേജുണ്ട്. ആ കോളേജിലെ ലൈബ്രറിയനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം എൻ്റെ ഉമ്മയുടെ കസിനായിരുന്നു. അദ്ദേഹത്തിന് മക്കളില്ല. ഞങ്ങൾ കാക്കു എന്ന് വിളിക്കുക. കാക്കു അമ്മായിയാണ്. ഇവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവർ ഇവനെ ഒരു മകനായിട്ട് അങ്ങോട്ട് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം പിന്നെ ഇവരാ ചെയ്തു കൊടുക്കുന്നത്. അവന് ബസ്സിനുള്ള പൈസ അടക്കം, അവൻ്റെ വസ്ത്രമാവട്ടെ, പുസ്തകങ്ങളാവട്ടെ, വാച്ചാവട്ടെ, ചെരുപ്പാവട്ടെ ഒക്കെ അവരാണ് വാങ്ങിക്കൊടുക്കുക. അവന് പിന്നെ റാങ്കോട് കൂടിയാണ് വിജയിച്ചത്. അവൻ കോളേജിൽ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്, അവനെ അദ്ദേഹം മെൻറ്ററിങ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറിയത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ്. അദ്ദേഹം അങ്ങനെ അവൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരുമായിരുന്നു. ഈ അടുത്ത നാട്ടിലേക്ക് പോയപ്പോഴേ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് വീണ്. വണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ആരാന്നറിയോ? കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളാണ്. എടാ, അവൻ എന്നെ മനസ്സിലാവണില്ല. കാരണം അവൻ സ്വബോധത്തിലല്ല, 2 കാലിലല്ല 4 കാലിലൊന്നും അല്ല അവൻ നിൽക്കണേ. അപ്പൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാ, ആ മനുഷ്യൻ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവൻ്റെ ബാക്കിലുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നൊരു ചേച്ചിയുടെയോ താത്തയുടെയോ കുട്ടിക്ക്
നിങ്ങൾ കൊടുക്കുന്ന സയൻസിൻ്റെയോ മാത്സിൻ്റെയോ ഒരു ട്യൂഷൻ മതിയാകും ആ കുട്ടിയുടേത് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ ജീവിതം മാറാൻ. മനസ്സിലായില്ലേ? എടാ, നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലുള്ള ഒരൊറ്റ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു ട്യൂഷൻ മതിയാവും.